ഏതായാലും കേറി നോക്കാം. ഡോറ് തുറക്കുന്നത് നന്ദനാണെങ്കിൽ നമ്മളെ കണ്ട അവന് കാര്യം പിടികിട്ടും. ഓടി രക്ഷപ്പെടാൻ നോക്കും. വിടരുത്. വിടാനോ? കരുനാഗൻ നിന്നെ ഗോഡൌണിലേക്ക് തട്ടിയപ്പോഴേ ഞാൻ അവന് ഓങ്ങി വെച്ചതാ. അവനെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിക്കുന്നതിന് മുമ്പ് ഒരു 4 എണ്ണം പൊട്ടിക്കാനുള്ള അവസരം നീ എനിക്ക് തരണം. അല്ല, ഡോർ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. ഇവിടെ അവന്റെ ഫാമിലി ഒന്നും ഇല്ലേ? എന്താടാ? ഇവിടെ അവന്റെ ഫാമിലി ഒന്നുമില്ല. അവൻ ഇവിടെ ഒറ്റയ്ക്കാ താമസം. നിനക്കെങ്ങനെ മനസ്സിലായി? ബാച്ചിലേഴ്സ് താമസിക്കുന്ന വീട് കണ്ടാ അറിയില്ലേ? അവനും ഇപ്പൊ ഇവിടെ ഇല്ല. അവൻ മാത്രമല്ല, ഇവിടെ വേറെ താമസക്കാരുണ്ട്. അതാ ഈ കീ ചവിട്ടിയുടെ അടിയിൽ വെച്ചിരിക്കുന്നത്. തുറക്കടാ. വരുന്നിടത്ത് വെച്ച് കാണാം. ക്രൈം ത്രില്ലർ സിനിമകളിൽ സൈക്കോയുടെ സ്ഥലം പോലെ ഉണ്ടല്ലേ? എടാ പ്രിയ, കുറെ പെൺകുട്ടികളുടെ ഫോട്ടോസ്, ഡേറ്റ്, ഇയേഴ്സ്, കൂട്ടത്തില് പാറുവിന്റെ ഫോട്ടോസും. എന്താണ് ഇതിന്റെ അർത്ഥം? നീ എന്തായി തിരയുന്നത്? മുഹൂർത്തമാവാറായല്ലോ. കല്യാണ പെണ്ണ് ഇതുവരെ എത്തിയില്ലേ? മുഹൂർത്തം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല തിരുമേനി. ദൈവത്തിന്റെ മുന്നിൽ വെച്ചല്ലേ കല്യാണം. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ സമയവും നല്ല സമയം തന്നെ. അങ്ങനെയല്ലേ വിശ്വാസം? അതൊക്കെ ശരി തന്നെ. ദൈവത്തിന്റെ മുന്നിൽ വെച്ചായാലും കല്യാണം നടക്കണമെങ്കിൽ വധു വേണ്ടേ? അത് ദൈവം അറേഞ്ച് ചെയ്ത് തരില്ലല്ലോ. ഇപ്പൊ വരും തിരുമേനി. അല്ല, കല്യാണമായിട്ട് വരനായി നിങ്ങൾ മാത്രമല്ലേ ഇവിടെ എത്തിയിട്ടുള്ളൂ? ഇരു കൂട്ടരുടെയും നാട്ടുകാരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരാരുമില്ല. ആരെയും അറിയിക്കാതെയുള്ള കല്യാണമാണോ? അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു തിരുമേനി. ഓ,
അങ്ങനെയാണോ? ശരി ശരി. ഓ ഇയാൾക്ക് എന്തൊക്കെ അറിയണം. താലി പൂജ തന്നിട്ട് കിട്ടുന്ന ദക്ഷിണയും വാങ്ങി പോക്കറ്റ് ഇട്ടാ പോരെ. ചരിത്രം മുഴുവൻ അറിയണം. ഇങ്ങനെ ഒരു കല്യാണ സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് അറിയൂ. അവളെ വിശ്വസിപ്പിക്കാൻ ഒരു അമ്പലവും പൂജാരിയും വേണം. അതുകൊണ്ടാ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, അല്ലാതെ അനുഗ്രഹം കിട്ടാനൊന്നും അല്ല. അല്ല, അവളെന്താ വരാത്തത് ഇതുവരെ? എന്താ, എന്തേലും പ്രശ്നമുണ്ടോ? പ്രശ്നം? അല്ല, നിങ്ങൾ ഇവിടെ ഒരു എത്തും പിടിയില്ലാത്ത പോലെ നടക്കുന്നു, കൈലാഷ് അവിടെ ഒരു എത്തും പിടിയില്ലാത്ത പോലെ നിൽക്കുന്നു. എന്തു പറ്റി രണ്ടാൾക്കും? അവനവന്റെ സ്പെഷ്യൽ ഗസ്റ്റിന്റെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുക. ആ ഗസ്റ്റ് വരാതെ ഫംഗ്ഷൻ തുടങ്ങാൻ പറ്റില്ലല്ലോ. ആരാ അവന്റെ സ്പെഷ്യൽ ഗസ്റ്റ്? അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ അവനോട് ചോദിച്ചില്ലേ? സ്പെഷ്യൽ ഗസ്റ്റ് വരുമ്പോ വരട്ടെ, കേക്ക് കട്ട് ചെയ്താലോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ കൈലാഷ്, എവിടെ എത്തി നിങ്ങള്? ഞാൻ ഇവിടെ എത്തി. എന്നാ വേഗം കേറി വാ. ഡാഡി, അവരെത്തി. സോറി കൈലാഷ്, നീ കാരണം നിന്റെ ഡാഡിയുടെ മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറി അലങ്കോലാവാൻ പോവാ. കരുണാകർ സർ, സെലിബ്രേഷൻ തുടങ്ങാം. കേക്ക് എടുത്ത് വെക്കേ. ഞാനിപ്പോ കൊണ്ടുവരാം സാർ. കൈലാഷ്, മുക്തയാണോ നീ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ്? അല്ല മമ്മി, സ്പെഷ്യൽ ഗസ്റ്റിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ മുക്തി അയച്ചത്. കൺഗ്രാറ്റുലേഷൻസ് Thank you, അങ്കിൾ. മുക്ത. കൺഗ്രാറ്റ്സ് ആന്റി. താങ്ക് യു മോളെ. കൈലാഷ്, ഒന്നിങ്ങി വന്നേ. മുക്ത, പാർവതി ഇവിടെ. പറയാം, വാ. എന്താ മുക്ത, എത്ര നേരമായി അവർക്ക് വെയിറ്റ് ചെയ്യുന്നു? അരമണിക്കൂറിനുള്ളിൽ സ്പെഷ്യൽ ഗസ്റ്റ് എത്തുമെന്ന് ഞാൻ അവരോട് പറഞ്ഞുപോയി. ഇപ്പൊ 1 മണിക്കൂറായി.